ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളം മലയാള സിനിമ നടിയ മാളവിക സിനിമകളാണ് മാളവിക മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളാണ് ഇനി അവിടെ പറയാൻ പോകുന്നത്. 2011 അഭിനയം തുടങ്ങിയത് മാളവിക മേനോൻ. ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ പടം എൻ്റെ കണ്ണൻ. അത് സിനിമയല്ല, അത് ആൽബം ആയിരുന്നു, പാട്ടിൻ്റെ. ആദ്യത്തെ സിനിമയാണ് നിദ്ര. അതിൻ്റെ റോള് ആദ്യത്തെ സിനിമയാണ് നിദ്ര, മാളവിക മേനോൻ്റെ മലയാള സിനിമ. അതിൻ്റെ അകത്ത് ഉള്ള പേര് രേവതി, അത് മലയാള സിനിമയാണ്. രണ്ടാമത്തെ സിനിമ ഹീറോ, അന്നി തങ്കച്ചൻ, അത് മലയാള സിനിമയാണ്. പിന്നെ 916 മീര, അത് മലയാള സിനിമ. ഇതാണ് 2012 ഈ 3 സിനിമകൾ. ആൽബം 2011 എൻ്റെ കണ്ണൻ. പിന്നെ 2013 ഇവൻ വേറെ മാതിരി, പേര് ദിവ്യ സിനിമയാണ്. ഇത് തമിഴ് സിനിമയാണ്. വിഴ രക്കമ്മ, അതും തമിഴ് സിനിമയാണ്. നടൻ പ്രിയംവദ ദേവദാസ്, അത് മലയാള സിനിമയാണ്. 2013 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2014 ബ്രഹ്മൻ, അതിൻ്റെ അകത്ത് പേര് അതിൻ്റെ അകത്തുള്ള ആ സിനിമയിലുള്ള പേരാണ് ലക്ഷ്മി, അത് തമിഴ് സിനിമയാണ്. പിന്നെ 2014 സ്പീച്ച്ലെസ്, അതൊരു ഷോർട്ട് ഫിലിമാണ് മലയാളത്തിൽ, സ്റ്റുഡൻ്റായിട്ടാണ്. വെട്ടു മഹാലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്തുള്ള പേര്, തമിഴ് സിനിമയാണ്. പിന്നെ ഈ 4 സിനിമകളാണ് 2014. 3 സിനിമയും ഒരു ഷോർട്ട് ഫിലിമും 2014 മാളവിക മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. 2015 സർ CP, ആദ്യത്തെ മലയാള സിനിമ. യങ് മേരി, അതായത് മേരിയുടെ ചെറുപ്പക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത് മാളവിക. പിന്നെ മൺസൂൺ, ജെസ്സി, അത് മലയാള സിനിമ തന്നെയാണ്. ജോൺ ഹോണായി, മറിയ, അത് മലയാള സിനിമയാണ്. 2015 4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മാളവിക. 2016 നിജമ നിഴല, വധനയാണോ വന്ദനയാണോ എനിക്ക് മനസ്സിലാണ്ട് വായിച്ചിട്ട്. VADHANA, അത് തമിഴ് സിനിമയാണ്. ബുദ്ധനും ചാപ്പിളിനും ചിരിക്കുന്നു, സ്ട്രേഞ്ച് ലേഡി, അതൊരു മലയാള സിനിമയാണ്. ലവ് കേരൻ, അതിൻ്റെ അത് അഞ്ജലി എന്നാണ് പേര്, അതൊരു തെലുങ്ക് മൂവിയാണ്. ലവ് കേരൻ, അതായത് 2014 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു തമിഴ്, ഒരു തെലുങ്ക്, ഒരു മലയാളം. 2017 ദേവയാനം, സത്യഭാമ എന്നാണ് ആ സിനിമയിലെ പേര്, മാളവികയുടെ, അതൊരു മലയാള സിനിമയാണ്. ഹലോ ദുബായ്ക്കാരൻ, പേര് ജ്യോതി, മലയാളം. ആ വർഷം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് നൈറ്റ് അവാർഡ്സ് 2017 കിട്ടിയിട്ടുണ്ട്. ആ വർഷം മാളവിക അവാർഡ് കിട്ടി 2017. 2017 2 സിനിമകൾ, 2 മലയാളം തന്നെയാണ്. 2018 ഞാൻ മേരിക്കുട്ടി, അതിൻ്റെ അത്ര റോളാണ് അന്നിക്കുട്ടിയാണ് ആനക്കുട്ടിയാണെന്ന് എനിക്കറിയില്ല, മലയാള സിനിമയാണ്. പിന്നെ ജോസഫ്, ഡയാന ജോസഫ്, മലയാള സിനിമ അല്ല. അപ്പോൾ 2 സിനിമയുള്ളൂ 2018. ഞാൻ മേരിക്കുട്ടി, പിന്നെ ജോസഫ്. പിന്നെ 2019 കുർജു മറിയം ജോസ്, ലില്ലി, മലയാള സിനിമ. എടക്കാട് ബറ്റാലിയൻ 06 ശാലിനി, അത് മലയാള സിനിമ. മാമാങ്കം ഡാൻസറാണ്, മലയാള സിനിമ. അൽ മല്ലു സിംഗറാണ്, ഡാൻസറാണ്, അതൊരു പാട്ട് സീനിൽ തന്നെ ഉണ്ട് അൽ മല്ലൂല്, മലയാള സിനിമയിൽ. ലവ് FM റാബിയ, മലയാളം.
ഈ 2019 3 സിനിമ, 2020 2 സിനിമ, 2021 പെയ് മാമ, പൂജ എന്നാണ് പേര് എൻ്റെ സിനിമയിൽ, തമിഴാണ്. അമയിലു അന്തേ അടോ ടൈപ്പ്, അത് തെലുങ്ക് സിനിമയാണ്. ആറാട്ടു, അശ്വതി കൈമൾ, മലയാള സിനിമ. ഒരു തീ, സിസ്റ്റർ അമല, മലയാളം. CBI 5 ദ ബ്രെയിൻ, സ്മിത, മലയാളം. പുഴു, ഭാരതി ഫ്രണ്ട്, മലയാളം സിനിമ. പുഴു പറഞ്ഞു. കടുവ, മേരി, മലയാളം. ക്യാമിയോ അപ്പിയറൻസ്. ഇത്രയും സിനിമകൾ 2021 ഉണ്ടായിരുന്നു. അപ്പോൾ അത് തമിഴുണ്ട്, തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് 2021. 2022 ആദ്യത്തെ പടമാണ് പാപ്പൻ. അനിത / ഐഷ ഫാത്തിമ നൺ, ഒരു കന്യാസ്ത്രീയാണ്, മലയാള സിനിമ. സരസ്വതി ദേവിയും കമ്പനിക്കാരും, സരസ്വതി ദേവി, അതൊക്കെ ഷോർട്ട് ഫിലിമാണ്, മലയാളം. കള്ള കാമുകൻ, അതിൻ്റെ അകത്ത് ഫാത്തിമ എന്നാണ് വരും, മലയാളം ഷോർട്ട് ഫിലിമാണ്. സെക്കൻഡ് ഹാൻഡ് കല്യാണം, അത് രേഷ്മ, മലയാളം, അത് ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നു. ഡെലിവറിയൻ പ്രണയം, ഡെയ്സി, മലയാളം, അത് ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നു. അരുവ സണ്ട, രമ്യ, തമിഴ്. അപ്പോൾ 2022 ഒരു മലയാള സിനിമ, ഒരു തമിഴ് സിനിമ, ബാക്കിയെല്ലാം ഷോർട്ട് ഫിലിമിലാണ് അഭിനയിച്ചിരിക്കുന്നത്. 2021 പത്മിനി, ലയ, അത് മലയാള സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസ് ആണ്. കുറുക്കൻ, ആര്യ എന്നാണ് പേര്, മലയാളം. 2021 2 സിനിമയിലുള്ളൂ. 2024 തങ്കമണി, റേച്ചൽ ജോഷുവ മാർട്ടൻ, ഇതാണ് അതിൻ്റെ അകത്ത് ഫുൾ നെയിം, മാളവികയുടെ. അത് മലയാള സിനിമയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, അത് മലയാള സിനിമയാണ്. ഇപ്പോൾ 2025 സിനിമകൾ വരുന്നുണ്ട്, അതിപ്പോൾ റിലീസായിട്ടില്ല. അപ്പോൾ ഇത്രയും സിനിമകളാണ് മാളവികയുടെ റിലീസായിട്ടുള്ളത്. അതായത് മാളവിക സീമയാണ്.